ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ പ്രഭാഷണങ്ങളിൽ കൃപ നിറയുന്ന കുടുംബങ്ങളിലൂടെ മുന്നേറിയ രക്ഷാകര പദ്ധതിയുടെ ചിത്രങ്ങളെപ്പറ്റിയായിരുന്നു നാം കണ്ടത്. ആദിമാതാപിതാക്കളുടെയും പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുടെയും കുടുംബചിത്രങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഇന്ന് നാം എത്തിച്ചേരുക ജോസഫിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബചിത്രങ്ങളാണ്. എങ്ങനെയാണ് യാക്കോബിൻ്റെ മകനായ ജോസഫിലൂടെ ഈ കൃപ മനുഷ്യരാശിയിലേക്ക് പ്രവേശിക്കുന്നത്? അതിൻ്റെ ചിത്രങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒരുപക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിത്വമാണ് ജോസഫിൻ്റെ ജീവിതമെന്ന് നാം കുറച്ചൊക്കെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കാണുകയുണ്ടായി. ഈ ജോസഫിൻ്റെ ജീവിതത്തിലേക്കും ജോസഫിൻ്റെ ദൗത്യത്തിലേക്കുമൊക്കെ നാം കടന്നു ചെല്ലുമ്പോൾ ജോസഫിലൂടെ ദൈവം ഭൂമിയിലേക്ക് വിതച്ച കൃപയുടെ സമൃദ്ധിയെ നമുക്ക് ഈ പ്രഭാഷണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം, പരിചിന്തനം ചെയ്യാം. നമുക്കറിയാം, ദൈവം അനാദി മുതലേ, ആദ്യ കുടുംബം മുതലേ ഉടമ്പടിയിലൂടെയാണ് ദൈവം തൻ്റെ കൃപാസമൃദ്ധിയെ ഭൂമിയിലേക്ക് വ്യാപിപ്പിച്ചത്. അഥവാ ഉടമ്പടിയായിരുന്നു ദൈവം മനുഷ്യനോട് ചെയ്ത ബന്ധത്തിൻ്റെ അടയാളം. ആദ്യത്തെ ഉടമ്പടിയിൽ, അല്ലെങ്കിൽ ഉടമ്പടിയുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കുമെന്നതായിരുന്നു. ഈ വ്യവസ്ഥിതിയുടെ ഭാഷ തന്നെ ഒരു കുടുംബ വ്യവസ്ഥിതിയുടെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാഷയാണ്, ഒരു വിവാഹത്തിൻ്റെ ഭാഷയാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഭാഷയാണ്. ഞാൻ നിൻ്റേതും നീ എൻ്റേതും എന്ന വിവാഹ ഉടമ്പടിക്ക് തുല്യമായ ഒരു ഭാഷയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷാകര പദ്ധതിയുടെ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രയാണത്തിൽ നാം കാണുന്ന ഏറ്റവും മനോഹരമായ ചില വാക്യങ്ങൾ. സ്വന്തമാകാനും സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി മുന്നേറുന്നത് ജോസഫിലൂടെ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യ ദമ്പതിമാരിൽ തുടങ്ങിയ, അല്ലെങ്കിൽ ആദ്യ കുടുംബത്തിൽ തുടങ്ങിയ ഈ ഉടമ്പടി ക്രമേണ വളരുന്നത് നമുക്ക് കാണാം. കുടുംബങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, ഗോത്രങ്ങളിലൂടെ രാജ്യതലത്തിലേക്ക് വളരുന്ന ഉടമ്പടിയുടെ ബന്ധത്തെപ്പറ്റി നാം കാണുകയുണ്ടായി. 3 ഉടമ്പടികളാണ് ഇവിടെ വരെ നാം കാണുന്നത്. ഒന്നാമത്തെ ഉടമ്പടിയിൽ ദൈവം ആദ്യ ദമ്പതികളുമായി, ഒരു ഹോളി കപ്പിളുമായാണ് ഉടമ്പടി ചെയ്തത്. അവിടെ അവരുടെ മീഡിയേറ്റർ 2 വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ 2 ദമ്പതികളായിരുന്നു. അവിടെ ഉടമ്പടിയുടെ അടയാളമെന്നത് സാബത്തായിരുന്നു. എന്നാൽ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും നാം കാണുന്നു നോഹയുമായി ഉടമ്പടി ചെയ്യുന്നതായി. നോഹയുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം ഒരു കുടുംബവുമായാണ് ഉടമ്പടി ചെയ്തതെന്ന് നാം കണ്ടു. അതിൻ്റെ അടയാളം മഴവില്ലായിരുന്നു. എന്നാൽ മൂന്നാമതായി നാം കാണുന്ന അബ്രാഹത്തിനോടുള്ള മൂന്നാമത്തെ ഉടമ്പടിയിൽ ദൈവം ഉടമ്പടി ചെയ്യുന്നത് ഒരു ഗോത്രവുമായിട്ടാണ്. അബ്രാഹത്തിൻ്റെ ഗോത്രവുമായി ചെയ്യുന്ന ഉടമ്പടി. അവിടെ ആ ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദനമായിരുന്നു. ഇങ്ങനെ കുടുംബങ്ങളെ വിശദീകരിക്കുന്ന 3 ഉടമ്പടികൾക്ക് ശേഷം ദൈവം തൻ്റെ ഉടമ്പടി അബ്രാഹത്തിൻ്റെ മക്കളായ ഇസഹാക്കിനോടും യാക്കോബിനോടും നവീകരിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ ഉടമ്പടി ബന്ധം എത്തി നിൽക്കുന്നത് ജോസഫിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളും നാം വായിച്ചു പഠിക്കേണ്ട ചില പാഠങ്ങളും വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ, പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് നാം കാണുകയുണ്ടായി. ഏറ്റവും പ്രത്യേകമായി പൂർവ്വ യൗസേപ്പിനെ തൻ്റെ കുടുംബത്തിലുള്ളവർ പോലും വെറുത്തകറ്റി മാറ്റി നിർത്തുമ്പോഴും അസൂയയുടെയും സ്പർദ്ധയുടെയും ഒക്കെ കാരണം പറഞ്ഞ് വിൽക്കപ്പെടുമ്പോഴും നാം ദൈവത്തിൻ്റെ പദ്ധതി അതിൽ കാണുവാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ഇന്നുള്ള ആധുനിക കുടുംബങ്ങളിലും എക്കാലത്തെയും കുടുംബങ്ങളിൽ സഹോദരർ തമ്മിലുള്ള സ്പർദ്ധയും അസൂയയും നിമിത്തം ഛിന്നഭിന്നമായി പോകുന്ന
സഹോദര ബന്ധത്തിൻ്റെ ആദ്യപാഠങ്ങളും, എന്നാൽ ദൈവം അവരെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന മനോഹരമായ ദൈവിക പദ്ധതിയുടെ കൃപയും ഈ കുടുംബത്തിൽ നാം വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്രകാരമാണ് യാക്കോബിൻ്റെ 11 മക്കൾ കാനാനിലും തൻ്റെ ഇളയപുത്രനായ ജോസഫ് ഈജിപ്തിലുമായിരിക്കുന്ന ഒരു രംഗം നമുക്കറിയാം. ആ കുടുംബത്തിൻ്റെ പിതാവിൻ്റെ ഹൃദയവ്യതയെപ്പറ്റി തന്നെ വളരെ കൃത്യമായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകൾ നമ്മോട് വിവരിക്കുന്നുണ്ട്. ഛിന്ന ഭിന്നമായി പോകുന്ന സഹോദരങ്ങളെപ്പറ്റി അല്ലെങ്കിൽ മക്കൾക്കിടയിലുള്ള ഭിന്നതയെപ്പറ്റിയുള്ള വിലാപം ഈ പിതാവിൻ്റെ അഗാധമായ ദുഃഖത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഏതു കാലത്തെയും ഏത് കുടുംബത്തിൻ്റെയും ഉണ്ടാകാവുന്ന കൃപ നിറയ്ക്കാനുള്ള കുടുംബത്തിലെ വിളിക്ക് ഒരുപക്ഷെ ഈ കുടുംബത്തിനുള്ളിലുള്ള ഭിന്നത കാരണമാകുന്നില്ലേ എന്ന് ധ്യാനിക്കുവാൻ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മളെ ക്ഷണിക്കുമ്പോൾ, തുടർന്നുള്ള കഥയിൽ നാം കാണുന്നു ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, ദൈവം അവനെ നയിച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 37, 38, 39 അധ്യായങ്ങളിലേക്കൊക്കെ നാം കടക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായി പറയുന്ന ചില ചിത്രങ്ങളുണ്ട്. യാക്കോബിൻ്റെ 11 മക്കളിൽ നിന്ന് എപ്രകാരമായിരുന്നു ജോസഫ് വ്യത്യസ്തനായിരുന്നത്. 39 അധ്യായത്തിൽ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവർ ചെയ്യുന്നതിലൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. ദൈവം കൂടെയുള്ള ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അവൻ എവിടെ എത്തിച്ചേർന്നോ ആ കുടുംബവും ആ നാടും ആ ദേശവും അനുഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ ജോസഫിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദേശം, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള മറ്റടയാളങ്ങൾ കൂടി നമുക്ക് നോക്കാം. ജോസഫിനെ തൻ്റെ രാജ്യത്തിൻ്റെ പ്രധാന പദ്ധതികൾ ഏൽപ്പിച്ച നാൾ മുതൽ കർത്താവ് ആ വീടിനെ അനുഗ്രഹിച്ചു എന്ന്, അതായത് ഫറവോയുടെ വീടിനെ അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39 അധ്യായം 5 വചനം നമ്മോട് പറയുമ്പോൾ, ദൈവം കൂടെയുള്ള ഒരുവൻ വഴി അവൻ്റെ കുടുംബം മാത്രമല്ല അനേക കുടുംബങ്ങളും ഒരു ദേശം തന്നെയും അനുഗ്രഹിക്കപ്പെടുമെന്നും അഭിഷേകം ചെയ്യപ്പെടുമെന്നുമുള്ള വലിയ യാഥാർത്ഥ്യം ഈ താളുകൾ, ഈ പേജുകൾ, ഈ വചനങ്ങൾ നമ്മോട് വിളിച്ചോതുകയാണ്. അതിനുശേഷം യോസഫിൻ്റെ അവിടെയുള്ള ജീവിതത്തിൽ അവൻ എത്രമാത്രം വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി തൻ്റെ ദൈവത്തോടും തൻ്റെ പിതാവിനോടും തൻ്റെ പിതൃഭവനത്തോടും പെരുമാറിയെന്ന് നമുക്ക് കാണാം. പൊത്തീഫറിൻ്റെ ഭാര്യയ്ക്ക് അവനിൽ താല്പര്യമുണ്ടാവുകയും അവിഹിതമായ ബന്ധത്തിന് തന്നെ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ നമ്മോട് പറയുന്നുണ്ട്. പൊത്തീഫറിൻ്റെ ഭാര്യയോട് ജോസഫ് ചോദിക്കുന്നുണ്ട്, ദൈവത്തിനെതിരായി ഞാൻ എങ്ങനെ ഈ തെറ്റ് ചെയ്യും? നിരന്തരം പ്രേരിപ്പിച്ചിരുന്നിട്ടും യുവകോമളനായ ജോസഫ് ദൈവത്തിൻ്റെ പാതയിൽ നിന്നോ ജഡികാഭിലാഷത്തിനോ അവനൊരിക്കലും വശംവദനായില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ജോസഫിന് രാജാവിൻ്റെ ഭാര്യയിൽ അഭിനിവേശം തോന്നുകയും ഒരുപക്ഷെ അവൻ ആ രാജ്യത്തിൻ്റെ അധികാരം തന്നെ പിരിച്ചെടുക്കുവാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ പോലും അവൻ ദൈവത്തോടോ തൻ്റെ യജമാനനോടോ യാതൊരു തരത്തിലുള്ള തിന്മയും പ്രവർത്തിക്കുവാൻ അവൻ്റെ ദൈവബന്ധം അവനെ അനുവദിച്ചില്ല. ഒരുപക്ഷെ ആധുനിക ലോകത്തിൽ വിവാഹേതര അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപുള്ള അവിഹിത ബന്ധങ്ങളൊന്നും തെറ്റല്ല എന്നോ അല്ലെങ്കിൽ സാധൂകരിക്കുകയോ ചെയ്യുന്ന ഈ ലോകത്തിന് മുൻപിൽ ഒരു വെല്ലുവിളിയായി യുവകോമളനായ ജോസഫ് നമ്മെ വെല്ലുവിളിക്കുന്നു. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നവന് കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നിട്ടും തെറ്റ് ചെയ്യുവാനോ അവൻ്റെ ഹൃദയം മലീമസമാക്കുവാനോ തൻ്റെ ശരീരത്തെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കുവാനോ
ഒരിക്കലും ജോസഫ് തയ്യാറായിരുന്നില്ല. അവനിൽ കൃപ നിറഞ്ഞിരുന്നു എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേസമയം യാക്കോബിൻ്റെ മകൻ യൂദ തൻ്റെ ജഡീയമായ പ്രവണതകൾക്ക് കീഴടങ്ങി കാനാനിൽ നിന്ന് ഒരുവളെ ഭാര്യയായി സ്വീകരിക്കുകയും പിന്നീട് അവളിൽ നിന്ന് മക്കൾ ജനിക്കുകയും അവരുടെ മകന് മരുമകളെ തേടിക്കൊടുക്കുകയും തൻ്റെ മകൻ മരിച്ചു പോയപ്പോൾ ആ മകളുമായി തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന യൂദ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ, അന്യദേശത്തായിരുന്നിട്ടും ദൈവത്തെ മറക്കാനും ഈജിപ്തിൻ്റെ ദൈവങ്ങളെപ്പോലെ, ഈജിപ്തിൻ്റെ സംസ്കാരം പോലെ തെറ്റായ വിവാഹബന്ധത്തിലേക്കും അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളിലേക്കും വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങളിലേക്കും ഒക്കെ കടന്നു പോകാൻ സാധ്യതകളുണ്ടായിരുന്നിട്ടും ജോസഫ് അത് ചെയ്തില്ല. കാരണം കുടുംബ ബന്ധത്തിൻ്റെ ലൈംഗികതയുടെ വിശുദ്ധി അവനിൽ കൃപയായി നിറഞ്ഞിരുന്നു എന്ന് നാം കാണുന്നു. അങ്ങനെ ജോസഫ് തൻ്റെ ജീവിതത്തെ ഏറ്റവും സുഹൃതകരമായി കൃപയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം അവൻ്റെ ജീവിതത്തിലേക്കും അവനിൽ നിന്നൊരു പക്ഷേ അന്യമായി പോയിരുന്ന കുടുംബത്തിലേക്കും ദൈവം വലിയ അഭിഷേകവും അനുഗ്രഹവും ചൊരിയുന്നത്. നമുക്കറിയാം, യാക്കോബും യാക്കോബിൻ്റെ മക്കളും കാനാൻ ദേശത്ത് ജീവിക്കുകയും എന്നാൽ ക്ഷാമത്തെ അഭിമുഖീകരിക്കാനാവാതെ ഭക്ഷണത്തിന് വേണ്ടി അവർ തേടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈജിപ്തിലേക്ക് പറിച്ച് മാറ്റി നടപ്പെടുന്നതും ഈജിപ്തിലേക്ക് തങ്ങളുടെ ജീവനും തങ്ങളുടെ വാസവും മാറ്റേണ്ടി വരുന്നതും. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലുമുള്ള കുടുംബങ്ങൾക്കുണ്ടാകുന്ന വലിയ ഒരു പ്രതിസന്ധിയും വെല്ലുവിളിയുമാണ് ദാരിദ്ര്യവും ദേശാടനവുമൊക്കെ. പല കാര്യങ്ങളുടെ പേരിൽ ദേശാന്തരങ്ങൾ സഞ്ചരിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുടെ ഒരുപക്ഷേ പ്രതിനിധിയാവാം ഈ യാക്കോബും യാക്കോബിൻ്റെ 12 മക്കളും. ഇന്നും കുടുംബത്തെ ഏറെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തെ ശിഥിലമാക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങളും അതിൻ്റെ പേരിലുള്ള മൈഗ്രേഷനും. അങ്ങനെ ദേശാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന യാക്കോബിൻ്റെ മക്കൾക്കും അല്ലെങ്കിൽ യാക്കോബിൻ്റെ കുടുംബത്തിനും ദൈവം തണലായി നിന്നു. ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ അവരുടെ കുറവുകളും അവരുടെ ഇല്ലായ്മയും പോലും മറന്ന് ദൈവം സംരക്ഷകനെ ഒരുക്കുന്നതിൻ്റെ വലിയ ചിത്രമാണ് ജോസഫിലൂടെ നാം വായിച്ചെടുക്കുക. കാനാൻ ദേശത്തും ഈജിപ്തിലും വലിയ ക്ഷാമമുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്ന ദൈവം തന്നെയാണ് ഒരുപക്ഷെ ജോസഫിനെ അവർക്ക് രക്ഷകനായി ഈജിപ്തിലേക്ക് നേരത്തെ അയക്കുന്നതെന്ന് ജോസഫിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കഠിനമായ ദാരിദ്ര്യത്തിന് മുന്നിൽ നിലവിളിക്കുന്ന യാക്കോബ് എന്ന പിതാവിൻ്റെ ശബ്ദം സ്വർഗം കേട്ടു എന്നതിൻ്റെ ഉത്തരമായിരുന്നു ഈജിപ്തിൽ ഫറവോയുടെ കലവറകളുടെ കാവൽക്കാരനായി ഏറെ മുമ്പേ തന്നെ ജോസഫിനെ ദൈവം നിശ്ചയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ യാക്കോബും യാക്കോബിൻ്റെ 12 മക്കളും നിർബന്ധിതമായി അല്ലെങ്കിൽ ഭക്ഷണത്തിനായി അവർ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഈജിപ്തിലെത്തുന്ന യാക്കോബിൻ്റെ മക്കളും തീർച്ചയായും തിരസ്കരിക്കപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ കൃപയാൽ നിറയപ്പെട്ട ജോസഫ് ദൈവത്തിൻ്റെ പാതയിൽ നിന്നും തൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും അകന്നു നിൽക്കാതിരുന്ന ജോസഫ് അവരെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ഫറവോയുടെ മുമ്പിൽ അവരെ അവതരിപ്പിക്കുകയും അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. ഫറവോയാകട്ടെ അവർക്ക് ജോസഫിനോടുള്ള ബഹുമാനവും ആദരവും ജോസഫിനോടുള്ള അതിരറ്റ സ്നേഹവും നിമിത്തം യാക്കോബിൻ്റെ
ബാക്കി 11 മക്കൾക്കും ജീവിക്കുവാനായി സ്ഥലമൊരുക്കിയത് ഏറ്റവും ഈജിപ്തിൻ്റെ അല്ലെങ്കിൽ നൈൽ നദിയുടെ ഡെൽറ്റ തീരം തന്നെയായ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലം തന്നെയായിരുന്നു. ഗഷോൺ എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബിനോടും യാക്കോബിൻ്റെ മക്കളോടും അവരുടെ ആടുമാടുകളോടും അവരുടെ കുലത്തൊഴിൽ ഏറ്റവും അധികമായി ചെയ്യുവാൻ സാധ്യതയുള്ള ഈജിപ്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം അവർക്കായി വിട്ടു നൽകുന്ന ആ പ്രവൃത്തി, അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ജോസഫിൽ പ്രവർത്തിച്ചിരുന്ന ദൈവത്തിൻ്റെ കൃപ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ജോസഫിലൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കൃപ തന്നെയായിരുന്നു. അങ്ങനെ യാക്കോബിൻ്റെ കുടുംബത്തിലേക്ക് ജോസഫ് എന്ന സ്വപ്നക്കാരൻ വഴി, ജോസഫ് എന്ന ഉപേക്ഷിക്കപ്പെട്ട മകൻ വഴി ആ കുടുംബം വീണ്ടും ഐക്യപ്പെടുന്നതിൻ്റെ, ഒന്നാകുന്നതിൻ്റെ എത്ര മനോഹരമായൊരു ചിത്രമാണ് നാം ഇതിൽ നിന്ന് വായിച്ചെടുക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാൽ, കൃപയാൽ ഒന്നാക്കപ്പെട്ട കുടുംബത്തിലെ സ്നേഹത്തിൻ്റെ, വലിയ ആദരവിൻ്റെ, ക്ഷമയുടെ, കരുതലിൻ്റെ ഒരു കരം, ദൈവത്തിൻ്റെ കരം ജോസഫിലൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഈജിപ്തും കാനാൻ ദേശം മുഴുവനും ക്ഷാമത്താൽ ഞെരുങ്ങുമ്പോഴും ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാനായി കരുണയുടെ കരം, സ്വർഗത്തിൻ്റെ കരം ജോസഫിലൂടെ എന്നും ഉണ്ടായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം വഴി നടത്തുന്ന ഒരു കുടുംബത്തിനും ദാരിദ്ര്യത്തിൻ്റെ പാതകളിലൊക്കെ ദൈവം കൂടെ ഉണ്ടാവും. അദൃശ്യമായ കരങ്ങളിലൂടെ, നമുക്ക് അന്യമായ വഴികളിലൂടെ ദൈവം കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാനല്ലേ ദൈവം നമ്മോട് ഈ വചനഭാഗത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ജനസംഖ്യാ പെരുപ്പം നിമിത്തം ദാരിദ്ര്യവും ക്ലേശവും ഉണ്ടാകുമെന്ന ഭീതിയെ പ്രതി മക്കളുടെ എണ്ണം കുറയ്ക്കുകയും അധികമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ ലോകത്തിൽ ഒരുപക്ഷെ നാം വായിച്ചെടുക്കേണ്ട ഏറ്റവും മനോഹരമായ ദൈവപരിപാലനയുടെ പാഠമാണ് ജോസഫിൻ്റെയും യാക്കോബിൻ്റെയും മക്കളുടെയും കുടുംബത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈജിപ്തും കാനാനും ദാരിദ്ര്യത്താൽ ഞെരുങ്ങിയപ്പോഴും ഈ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ അദൃശ്യകരം കൂടെ ഉണ്ടായിരുന്നു. ആ അദൃശ്യകരം എന്നും എപ്പോഴും കുടുംബത്തെ സംരക്ഷിക്കുവാനുണ്ടാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തെ സംരക്ഷിക്കുവാനുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുന്നു. കാരണം ദൈവം ഒരിക്കലും തൻ്റെ വാഗ്ദാനത്തിൽ നിന്നോ തൻ്റെ ഉടമ്പടിയിൽ നിന്നോ വിരമിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, ഓരോ ക്രൈസ്തവ കുടുംബവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ കൃപ ചൊരിയുവാൻ ദൈവം പ്രത്യേകമായി കണ്ടുവച്ചിരിക്കുന്ന കുടുംബങ്ങളല്ലേ. അവിടെ പലവിധ ദാരിദ്ര്യമുണ്ടായാലും പട്ടിണി ഉണ്ടായാലും നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങളെ കാണുവാൻ ദൈവം നമുക്ക് വലിയ കൃപ നൽകേണ്ടിയിരിക്കുന്നു ഈ ആധുനിക ലോകത്തിലും. അങ്ങനെ ഫറവോയുടെ ഇഷ്ടജനമായി ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ വളരെയേറെ ഫലഭൂഷ്ടിയുള്ളവരായി സമൃദ്ധമായി ഇസ്രായേലിനെ ദൈവം ഈജിപ്തിൻ്റെ മണ്ണിൽ വളർത്തിയെടുത്തു എന്ന് നാം കാണുന്നുണ്ട്. ഈ നാട്ടിലെ സർവ്വതിൻ്റെയും മേൽ ജോസഫിന് അധികാരം കൊടുക്കുമ്പോൾ ഇസ്രായേലിന് ഈജിപ്തിലുണ്ടായ ആ വലിയ ബഹുമതിയും സ്ഥാനവും എത്രത്തോളമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ജോസഫ് തൻ്റെ പിതാവിനോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും സ്നേഹവും നാം പിന്നെ മനസ്സിലാക്കുന്നത് ഇസഹാക്ക് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന വാക്കുകളിലാണ്. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമും മനാസയും ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിക്കുന്ന യാക്കോബിൻ്റെ വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ ഇസ്രായേലിലേക്ക് ഒഴുകുകയായിരുന്നു. പിതാവിൻ്റെ അനുഗ്രഹം ഏറ്റവും ആവശ്യമുള്ളതാണ് എന്ന്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് കൃപയുള്ള ജോസഫിന് അതൊരു ജ്ഞാനമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ മക്കളെ തൻ്റെ പിതാവായ യാക്കോബ് പ്രായാധിക്യത്തിൽ അനുഗ്രഹിക്കുവാനായി അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയത്. സ്നേഹം നിറഞ്ഞവരെ,
ഇന്നത്തെ ആധുനിക ലോകത്തിൽ, നാം കാണുന്ന ചുറ്റുമുള്ള ലോകത്തിൽ പ്രായമായ നമ്മുടെ മാതാപിതാക്കളും അവരുടെ അനുഗ്രഹം, അവരുടെ സാന്നിധ്യം ഒരു ദൈവത്തിൻ്റെ കൃപയായി കാണുവാൻ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും മങ്ങിപ്പോകുന്നില്ലേ എന്ന് നാം ചിന്തിക്കാറുണ്ട്. കാരണം പ്രായമായവരും അവരുടെ സാന്നിധ്യവുമൊക്കെ അനുഗ്രഹമാണെന്ന് കരുതുന്നതിന് പകരം നഷ്ടമാണെന്നും അവരൊരു ശല്യമാണെന്നുമൊക്കെ കരുതുന്ന ഈ ലോകത്തിൽ ജോസഫിൻ്റെ മനോഭാവവും ജോസഫ് സ്വീകരിച്ച അനുഗ്രഹവും ആരെയും ആകർഷിക്കുന്നതാണ്. അങ്ങനെ ജോസഫിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ജോസഫ് ഒരു പൂർവ്വപിതാവിൻ്റെ ഗണത്തിൽപ്പെടാതിരുന്നിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസ്രായേലിലേക്ക് പകരുന്ന ഒരു പാലം തന്നെയായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി തൻ്റെ പിതാവിൻ്റെ മരണശേഷം ക്ഷമിക്കുന്ന ഒരു രംഗം ജോസഫിനെ മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും കരയിക്കുന്നതാണ്. തൻ്റെ പിതാവിൻ്റെ അന്ത്യാഭിലാഷം പോലെ തന്നെ അബ്രാഹമിൻ്റെയും തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെയും കല്ലറയിൽ മറവ് ചെയ്യണമെന്ന പിതാവിൻ്റെ അന്ത്യാഭിലാഷം അത് നിറവേറ്റുവാൻ ജോസഫ് എടുക്കുന്ന ത്യാഗവും വിലയും നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നമ്മുടെ പൂർവികരോട്, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ആ സ്നേഹവും ആദരവും, അവർക്ക് കൊടുക്കേണ്ട ആഗ്രഹപൂർത്തിയുമൊക്കെ അനുഗ്രഹത്തിൻ്റെ ഭാവങ്ങളാണ്, കൃപയുടെ നിറവാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വഴികളും ദൈവത്തിൻ്റെ വചനങ്ങളുമാണ്. അങ്ങനെ അബ്രാഹത്തോടും ഇസഹാക്കോടും യാക്കോബിനോടുമൊപ്പം മാമറയുടെ ഗുഹയിൽ യാക്കോബിനെ അടക്കം ചെയ്യുന്ന ജോസഫ് തൻ്റെ പൂർവ്വപിതാക്കന്മാരോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ പൈതൃകത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനായിരുന്നുവെന്നും അതൊക്കെ കൃപയുടെ പ്രവൃത്തികളാണ് എന്നും ഈ തിരുവചനങ്ങൾ നമ്മോട് വളരെ വ്യക്തമായും സുനിശ്ചിതമായും നമ്മോട് അരുളി ചെയ്യുകയാണ്. അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ മരണശേഷം ഒരുപക്ഷെ ജോസഫ് തങ്ങളെ ശത്രുക്കളായോ വെറുക്കപ്പെട്ടവരായോ കരുതും എന്ന് കരുതുന്ന സഹോദരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ജോസഫ്, ആ ജോസഫിനോടൊപ്പം ആ സഹോദരങ്ങൾ കരഞ്ഞതുപോലെ നമ്മളും അറിയാതെ നമ്മുടെ കണ്ണുനീർ തൂക്കിപ്പോകും. കാരണം അത്രമാത്രം സ്നേഹമാണ് ജോസഫിനുള്ളത്. ഈ സ്നേഹമാണ് ഓരോ കുടുംബത്തോടും സ്വർഗീയ പിതാവിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ജോസഫിലൂടെ വലിയ കൃപ ഇസ്രായേൽ കുടുംബത്തിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത്, ഒഴുകിയിറങ്ങുന്നത്, ഉടമ്പടിയുടെ അനുഭവങ്ങൾ ലോകത്തിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ ഒഴുകിയിറങ്ങുന്നത് എത്രയോ മനോഹരമായ കാര്യങ്ങളാണ്. അങ്ങനെ ജോസഫിനെ പോലെ, അല്ലെങ്കിൽ ജോസഫിലൂടെ ഇസ്രായേലിൻ്റെ കുടുംബവും ദേശവും കുലവും മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടത്, അന്യദേശമായ അല്ലെങ്കിൽ വിജാതീയരെന്ന് കരുതിയിരുന്ന ഈജിപ്ത് ദേശം പോലും അനുഗ്രഹിക്കപ്പെടുന്നു നാം കാണുന്നു. കൃപ നിറയുന്ന വ്യക്തികളിലൂടെയാണ്, കൃപ നിറയുന്ന കുടുംബങ്ങളിലൂടെയാണ് ഒരു നാട് മാത്രമല്ല, ഒരു ദേശം മാത്രമല്ല, ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുക. ജോസഫിൻ്റെ വിശുദ്ധവും വിശ്വസ്തവുമായ ജീവിതം തൻ്റെ കുടുംബത്തോടും സഹോദരങ്ങളോടും ദൈവത്തോടും തന്നോട് തന്നെയും തനിക്ക് ചുറ്റുമുള്ള ഉത്തരവാദിത്തങ്ങളോടും ഒക്കെ വിശ്വസ്തത പുലർത്തുന്ന ജോസഫ് ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൃപയുടെ നിറവായി നമുക്ക് കാണാം. അതുപോലെ തന്നെ തൻ്റെ പിതാക്കന്മാരെ പോലെ തൻ്റെ മരണശേഷം എന്തു ചെയ്യണമെന്നും വളരെ വ്യക്തമായ ധാരണ നൽകിക്കൊണ്ടാണ് ജോസഫ് തൻ്റെ പിതാമഹന്മാരോട് ചേരുന്നത്. തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദത്ത ഭൂമിയിലേക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ തിരിച്ചു പോകുമെന്നും അപ്പോൾ തന്നെ ഇവിടെ ഉപേക്ഷിക്കാതെ തൻ്റെ പിതാമഹന്മാരോട് തന്നെ ചേർക്കണമെന്നും ജോസഫ് ആവശ്യപ്പെടുന്നതായി നാം കാണുന്നു. പ്രിയ സഹോദരങ്ങളെ, പൈതൃകത്തിൻ്റെ മഹാത്മ്യവും ദൈവം ചേർത്ത് വെച്ചതിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന, അത് കുറവുണ്ടെങ്കിലും പോരായ്മയുള്ള സഹോദരങ്ങളാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥത്തിലുള്ള
ഒരു ദൈവിക മനുഷ്യനായിരുന്നു ജോസഫ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഈ ജോസഫിനെ പോലെയുള്ള പിതാമഹന്മാരാണ് ഓരോ കുടുംബത്തിൻ്റെയും അനുഗ്രഹം. ജോസഫിനെ പോലെയുള്ള സഹോദരങ്ങളാണ് ഓരോ കുടുംബത്തിൻ്റെയും അനുഗ്രഹം. ജോസഫിനെ പോലെയുള്ള അധികാരികളാണ് ദേശത്തിൻ്റെ അനുഗ്രഹം. ജോസഫിനെ പോലെയുള്ള മക്കളാണ് പിതാക്കന്മാർക്ക് അനുഗ്രഹം. ജോസഫിനെ പോലെയുള്ള പിതാവാണ് മനാസയും തുടർന്നുള്ള തലമുറകൾക്കും അനുഗ്രഹവും കൃപയുടെ നീർച്ചാലായി മാറുന്നത്. ഇതുപോലെ ഓരോ കുടുംബത്തിലെ പിതാക്കന്മാരും ദാരിദ്ര്യത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും പട്ടിണിയുടെയും വെല്ലുവിളികളുടെയും വഞ്ചനയുടെയും ഒക്കെ മധ്യത്തിലും ദൈവത്തോടും സഹോദരങ്ങളോടും കുടുംബത്തോടും പൈതൃകത്തോടും താനായിരിക്കുന്ന സമൂഹത്തോടും തൻ്റെ ദൗത്യങ്ങളോടുമൊക്കെ ഏറെ വിശ്വസ്തരായി തീരുവാനുള്ള ഒരു ദൈവവിളി ജോസഫിൻ്റെ ജീവിത മാതൃകയിൽ നിന്നും വായിച്ചെടുക്കുകയും നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. നിങ്ങൾ ജോസഫിലേക്ക് ചെല്ലുവിൻ എന്നുള്ള ഒരു മന്ത്രം പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു വളരെ മനോഹരമായ ഒരു ചിത്രം ജോസഫ് നമുക്ക് നൽകുമ്പോൾ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷമായ ഈ വർഷം വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ തന്നെ പൂർവ്വ യൗസേപ്പും ഒരു ദേശത്തിൻ്റെ, ദൈവം തിരഞ്ഞെടുക്കിയ ഒരു കുടുംബത്തിൻ്റെ, ഒരു ലോകത്തിൻ്റെ തന്നെ അപ്പപാത്രത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. വിശപ്പ് അകറ്റുവാൻ പോന്നവനായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഏതു തരത്തിലുള്ള വിശപ്പാണെങ്കിലും അകറ്റുവാൻ ദൈവത്തിൻ്റെ കൃപയാണ് ഓരോരുത്തരെയും സഹായിക്കുന്നത് എന്ന തിരിച്ചറിവോടെ അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബത്തിലെയും പിതാക്കന്മാർ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി തങ്ങളുടെ കുടുംബത്തെ പോറ്റി നിറയ്ക്കുന്ന സ്നേഹത്തിൻ്റെ അപ്പത്തിൻ്റെ കാവൽക്കാരാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.